കാശ്മീർ ശ്രീനഗർ പോയി കഴിഞ്ഞാൽ എവിടെ പോയാൽ നല്ല ഫുഡ് കിട്ടും. നിങ്ങൾക്ക് ഫുഡ് പോയ്സണിങ് അടിച്ചോ ഇല്ലയോ? പിന്നെ നല്ല ഷോള്, കാശ്മീരി ഷോള്, വാൾനട്ട് ഫഡ്ജ്, അതേപോലെ കുങ്കുമപ്പൂവ്, ഡ്രൈ ഫ്രൂട്ട്സ്, സ്വീറ്റ്സ്, ഇതൊക്കെ നിങ്ങൾ എവിടെ നിന്നാണ് മേടിച്ചത് എല്ലാം പറയാട്ടോ നമ്മൾ. അപ്പോൾ നമ്മൾ കാശ്മീരിയിൽ ദാൽ ലേക്കിൻ്റെ മുന്നിൽ ആയിരുന്നു നമ്മുടെ സ്റ്റേ, ഹോട്ടലായിരുന്നു. അപ്പോൾ ഹോട്ടലിൽ എത്തിയ പാട് തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തന്നത് കാശ്മീരി സ്പെഷ്യൽ ഖാവയായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ എവിടെ ഇറങ്ങിയാലും നിങ്ങൾക്ക് ഖാവ കിട്ടും കുടിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ കാശ്മീരിൽ ശ്രീനഗറിൽ നമ്മുടെ ലാൽ ചോക്കിൻ്റെ അവിടെ ഖുറേഷി കബാബ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ കബാബ് കിട്ടും കേട്ടോ, മട്ടൺ കബാബ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. താരതമ്യേന ബാക്കിയുള്ള ഹോട്ടൽ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആയിരുന്നു. അതുപോലെ കാശ്മീരി ബിരിയാണി നമ്മൾ അവിടെ നിന്ന് കഴിച്ചു, ബെറ്റർ ആയിരുന്നു. കാശ്മീരി ബിരിയാണി ഭയങ്കര കളർഫുള്ളാണ്, അതേപോലെ നല്ല സ്പൈസിയുമാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് അത് പിടിക്കത്തില്ല കേട്ടോ, പറ്റത്തില്ല. അപ്പം ഞാനാണെങ്കിൽ 4 ദിവസവും കുഞ്ഞിന് മാഗിയാണ് ഉണ്ടാക്കി കൊടുത്ത കാര്യം അവർക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതേപോലെ ശക്തി സ്വീറ്റ്സ് എന്ന് പറഞ്ഞ ശ്രീനഗർ തന്നെ ഉള്ളൊരു ഷോപ്പാണ്. അവിടെ പോയിട്ട് നിങ്ങൾ വെജ് സമോസ കഴിക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. വെജ് സമോസ, പൂരി, അതേപോലെ റസ്മലായി ഒക്കെ കഴിക്കുക. പിന്നെ വാൾനട്ട് ഫഡ്ജ് കട കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ശ്രീനഗർ തന്നെ പിക്ക് ആൻഡ് ചൂസ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ ഈ വാൾനട്ട് ഫഡ്ജ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എയർപോർട്ടിൽ ഒരു ഷോപ്പുണ്ട്, അവിടെ കിട്ടും. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് വാൾനട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ വളരെ ചൂസി ആയിട്ടാണ് എല്ലാം കഴിച്ചത്. റെസ്റ്റോറൻറ്റുകളിൽ കയറിയത് നല്ല ആളുള്ള തിരക്കുള്ള കുറച്ച് നല്ല റെസ്റ്റോറൻറ്റുകളിൽ കയറുക, വഴിയിലെ ഭക്ഷണങ്ങൾ കഴിയുന്നത് ഒഴിവാക്കുക. നമുക്ക് ഫുഡ് പോയ്സണിങ് ഒന്നും പിടിച്ചിട്ടില്ല. പിന്നെ ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ല, ബിരിയാണിയൊക്കെ ഭയങ്കര ചൊവ, ചിലപ്പോൾ ചില ബിരിയാണികളിലൊക്കെ കളറൊക്കെ വാരിയിടും. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് പിടിക്കണം എന്നില്ല. പക്ഷേ സ്പൈസ് ഇഷ്ടപ്പെടുന്നവർക്ക്, സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടപ്പെടും. റോഗൻ റോഷ് അതൊക്കെ ആണെങ്കിൽ അവിടെ എന്ന് പറഞ്ഞാൽ ചെമ്മരിയാടിൻ്റെ എന്തോ ആണ്, മട്ടൺ മാംസമാണ് എടുക്കുന്നത്, അതിൽ ഫുൾ എല്ലാണ്, അതിലിങ്ങനെ മുളക് വെള്ളത്തിൽ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഫുഡ്. അതിൻ്റെ റേറ്റ് 700 രൂപയാണ് ചില കടകൾ 500 രൂപ. പിന്നെ ഇവിടുത്തെ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾ ചെറിയ സൈസിൽ ചെറിയ ബദാം മേടിക്കാം, വാൾനട്ട് മേടിക്കാം, അതേപോലെ തന്നെ കുങ്കുമപ്പൂ ശ്രദ്ധിച്ച് മേടിക്കാം, ഒറിജിനൽ മേടിക്കുക. അതായത് കുങ്കുമപ്പൂ വായിലിട്ട് ചവച്ച് നോക്കും, ബിറ്റർ ടേസ്റ്റ്, കളർ മഞ്ഞ കളറൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒറിജിനലാണ്. അങ്ങനെ ചൂസി ആയിട്ട് ശ്രദ്ധിച്ച് മേടിക്കുക. പിന്നെ ഇവിടുത്തെ ഡ്രസ്സസൊക്കെ നല്ല ഭംഗിയാണ്, മാക്സിമം വില പേശുക. ഇപ്പോൾ ഇതിനകത്ത് 1500, 1600, 1700 റേഞ്ചാണ്. അത് സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് XXL, XXL എല്ലാ സൈസുണ്ട്. മാക്സിമം ബാർഗെയിൻ ചെയ്തോളുക.